ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണോ? ഒരുപാട് നാടുകളിൽ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണേ. നമ്മുടെ ഇവിടെ ഓമയ്ക്ക എന്നാണ് പറയുന്നത്. കർമൂസയെന്നും പപ്പായെന്നും ഒക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഓമയ്ക്കാന്നേ വായി വരത്തുള്ളൂ. ഇത് വെച്ചിട്ട് കൂടുതലായിട്ടും എല്ലാവരും തോരനായിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നൊരു ചെറിയ മെഴുക്കോട്ടി ഉണ്ടാക്കുവാണേ, നമ്മുടെ ഓമയ്ക്ക മെഴുക്കോട്ടി. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആളെ ചെത്തി മിനുക്കി നല്ല സുന്ദരിയാക്കി വെച്ചിട്ടുണ്ടേ. ദാ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ സീഡ്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഈ സീഡ്സും അതിൻ്റെ കൂടെയുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കും എന്നാണേ പറയുന്നത്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ മെഴുക്കോട്ടിക്കരിയില്ലേ, അതേപോലെ ഇതാ ഇത്ര സൈസസ് ആക്കിയിട്ട് വേണം നമ്മൾ അരിയാൻ. ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇവനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവാവുന്ന ആ ടൈമിലത്തേക്ക് നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ബാലൻസ് ഉണ്ടേ. കുറച്ച് വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഈ മുളകും വെളുത്തുള്ളിയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഷ്റൂം ഇല്ലേ, അത് മെഴുക്കോട്ടി വെക്കുമ്പോഴും ഇതേപോലെ ചുമന്ന മുളക് ഇടിച്ച് വെക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കുമേ. അപ്പോൾ ഇത് ചതച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ മുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഓമയ്ക്ക എടുത്ത് ഇതിലേക്കിടാം. ഓമയ്ക്ക ഓൾറെഡി വെന്തതായതുകൊണ്ട് അധികം വേകാനൊന്നുമില്ല. പിന്നെ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മെഴുക്കോട്ടി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇത് മെഴുക്കോരട്ടി വെക്കാത്തവരും ഈ രീതിയിൽ വെക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് സാധനത്തിന്. അപ്പം ശരി ഗൈസ്, ബൈ.